നമസ്കാരം, ഞാൻ ജസീന റഹീം. CUT എൻട്രൻസ് എക്സാം മെയ് 13 മുതൽ ജൂൺ 3 വരെ വിവിധ സമയങ്ങളിലായിട്ട് നടക്കുകയാണല്ലോ. അന്നേരം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള സമാനമായ തയ്യാറെടുപ്പുകളും നിബന്ധനകളും ഒക്കെയാണ് CUT എൻട്രൻസ് എക്സാമിനേഷനുമുള്ളത്. പിന്നെ CUT എൻട്രൻസ് എക്സാമിന് നമ്മൾ ഏകദേശം 1-2 കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് നീറ്റ് എൻട്രൻസ് എക്സാം നടക്കുന്നത് പേപ്പർ ആൻഡ് പെന്നാണെങ്കിൽ CUT എൻട്രൻസ് എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ സോക്സോ അല്ലെങ്കിൽ ചപ്പലോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ലോഹങ്ങളുടെ സാന്നിധ്യം ശരീരത്തുണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ കാതിൽ കടുക്കൻ പോലുള്ള ചില സംഭവങ്ങളൊക്കെ അണിയുകയാണെങ്കിൽ അതൊക്കെ ഊരി മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് എക്സാമിന് പോയാലും വളരെ ശ്രദ്ധിക്കേണ്ടുള്ളത് നമ്മൾ എന്തൊക്കെയാണോ ആ എക്സാമിന് പാലിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും. അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകളോട് പോവുക. സാധാരണ നമ്മളൊക്കെ കാണുന്നതാണ്, പത്രത്തിൽ പിറ്റേ ദിവസം നീറ്റ് എക്സാമിൻ്റെ പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വരുന്നു, ഫുൾ സ്ലീവ് അണിഞ്ഞ കുട്ടിയുടെ ഹാഫ് സ്ലീവിന് വേണ്ടി വെട്ടിമാറ്റുന്ന ദൃശ്യങ്ങൾ, അല്ലെ കമ്മൽ ഊരിമാറ്റുന്ന ദൃശ്യങ്ങൾ, അല്ലെ മറ്റ് തയ്യാറെടുപ്പുകളുടെ ദൃശ്യങ്ങളൊക്കെ നിരവധി നീറ്റ് എക്സാം കഴിയുന്ന പിറ്റേ ദിവസത്തെ മിക്ക പത്രവാർത്തകളിലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണിതൊക്കെ. ആകെ കൺഫ്യൂസ്ഡ് ആക്കുന്ന വേളകളാണത്. അവർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ ഒത്തിരി സമാധാനത്തോടെ ഹാളിലേക്ക് പ്രവേശിക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടപ്പെട്ട് ഉടനെ അത് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഉടനെ ഹാഫ് സ്ലീവ് ആക്കി കമ്മൽ ഊരിമാറ്റി അങ്ങനെയൊക്കെയുള്ള എന്തിനാണ് നമ്മൾ അതിനൊക്കെ പോകുന്നത്? കൃത്യമായി നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിറ്റി ഇൻറ്റിമേഷൻ എന്ന സൈറ്റിലൂടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ CUT എൻട്രൻസ് എക്സാമിനെ കുറിച്ചും ഈ CUTയുടെ സാധ്യതകളെക്കുറിച്ചും കൂടി ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരുപക്ഷെ കേരളത്തിലെ കുട്ടികൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താത്ത ഒരു മേഖലയാണ് CUT എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വിവിധ കേന്ദ്ര സർവകലാശാലകളിൽ പഠിക്കാം. അത് BCom ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും BTech ആണെങ്കിലും അതേപോലെ ICAR പോലുള്ള അഗ്രികൾച്ചർ സാധ്യതകളും ഒക്കെ CUT വഴി സാധ്യമാകുന്നുണ്ട്. ഇത് കേരളത്തിൽ ഏകദേശം 35,000 കുട്ടികൾ മാത്രമാണ് ഇപ്പോഴും അപേക്ഷകരായിട്ടുള്ളത്. ഒരുപക്ഷെ നീറ്റ് എൻട്രൻസ് എക്സാമിനേക്കാൾ വളരെ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് CUTയുടെ ഓരോ കുട്ടികൾക്കും ലഭിക്കുന്നത്. CUTയുടെ പ്രധാന പ്രശ്നം ഇവരുടെ എപ്പോഴാണ് രജിസ്ട്രേഷൻ ടൈം എന്ന് പോലും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം CUT താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് തീർച്ചയായും അതിനു മുൻപേ സൈറ്റൊക്കെ മനസ്സിലാക്കി അതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്തിരിക്കും. എന്നാൽ നല്ല കഴിവുള്ള മിക്ക കുട്ടികൾക്കും CUTയുടെ സാധ്യതകൾ മനസ്സിലാകുകയോ അതുവഴി അവരുടെ ഭാവി കൂടുതൽ സുരക്ഷിതമായ മേഖലയിലേക്ക് എത്തപ്പെടാനോ ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യം ദുഃഖകരമായ ഒരവസ്ഥയാണ്. വിവിധ മേഖലകളിലേക്ക് വ്യതിചലിച്ച് മുന്നോട്ട് പോകാൻ ഓരോ വിദ്യാർത്ഥികളും ശ്രമിക്കുക. CUT എൻട്രൻസ് എക്സാമിനും തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.